ഗവൺമെന്റ് പോളിടെക്നിക്കൽ വൻ കഞ്ചാവ് വേട്ട. മെൻസ് ഹോസ്റ്റലിൽ നിന്ന് പിടികൂടിയത് 10 കിലോ കഞ്ചാവ്. കൊച്ചി കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ വൻ കഞ്ചാവ് വേട്ട. കോളേജ് ഹോസ്റ്റലിൽ നടത്തിയ റെയ്ഡിലാണ് കഞ്ചാവ് പിടികൂടിയത്. 10 കിലോ കഞ്ചാവ് പിടികൂടി. ഹോളി ആഘോഷങ്ങൾക്കായി കോളേജ് ഹോസ്റ്റലിനുള്ളിൽ ലഹരി സൂക്ഷിക്കുന്നുണ്ട് എന്ന വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച റെയ്ഡ് ഇന്ന് പുലർച്ചെ വരെ നീണ്ടു. വെയിറ്റിംഗ് മെഷീൻ അടക്കം ഉപയോഗിച്ച് കഞ്ചാവ് ചെറിയ പാക്കറ്റുകളിൽ ആക്കുന്നതിനിടെയായിരുന്നു പോലീസ് പരിശോധന. പോലീസിന്റെയും ഡാൻസാഫിന്റെയും സംയുക്ത പരിശോധനയിലാണ് കഞ്ചാവ് ശേഖരം പിടികൂടിയത്. കസ്റ്റഡിയിലെടുത്ത 3 പേർ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ്. കൂടുതൽ പ്രതികൾ കേസിൽ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട്. പോലീസിനെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ട 3 വിദ്യാർത്ഥികൾക്കായുള്ള തിരച്ചിലും നടത്തുന്നുണ്ട്. കഞ്ചാവ് എത്തിച്ചു നൽകിയത് ആരെന്ന് കണ്ടെത്താനും പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് പോലീസ് ഹോസ്റ്റലിലെത്തി മിന്നൽ പരിശോധന നടത്തിയത്. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നും അന്വേഷിക്കും. വളരെ ഗൗരവത്തോടെയാണ് സംഭവത്തെ നോക്കിക്കാണുന്നതെന്നും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന വിലയിരുത്തലില്ലെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ക്യാമ്പസുകളിൽ ലഹരി തുടച്ചു മാറ്റേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരെ വലിയൊരു പോരാട്ടത്തിന് KSU തുടക്കം കുറിച്ചു കഴിഞ്ഞു. കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഞങ്ങളുടെ ക്യാമ്പസ് ജാഗരൺ യാത്ര ഇന്ന് എറണാകുളം ജില്ലയിൽ പ്രവേശിക്കാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള വിഷമകരമായ വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. സർക്കാർ നേതൃത്വം നൽകുന്ന ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.